ഇന്നത്തെ ഡ്യൂട്ടിയും കഴിഞ്ഞ് ക്ലിനിക്കിൽ നിന്ന് ഇറങ്ങാണ് കേട്ടോ. ശബ്ദത്തിനൊരു വ്യത്യാസമൊക്കെ കേൾക്കാൻ പറ്റും കേട്ടോ. കാരണം വെച്ചാൽ നല്ല ചുമയായിരുന്നു. കുറേ നേരം സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ശബ്ദം ഒന്ന് അടയും, പിന്നെ ചുമ വരും. അതൊക്കെ പോട്ടെ. അപ്പോൾ നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് നമ്മളിനി നേരം പോണത് ടേക്ക് കെയറിലേക്കാണ്. അപ്പോൾ 2 വീലറുള്ള കാരണം എനിക്കിപ്പോൾ സുഖമാണ് കുട്ടാപ്പനെ കൊണ്ടുവരാനും ഡ്യൂട്ടിക്ക് വരാനൊക്കെ. അങ്ങനെ ടേക്ക് കെയറിൻ്റെ കുട്ടാപ്പനെ എടുത്ത് നമ്മൾ വീട്ടിലെത്തിയിട്ടാണ്. വീട്ടിലെത്തിയ പിന്നെ അവൻ്റെ കുറേ വിക്രിയകളുണ്ടാവും. അപ്പോൾ ഞങ്ങളെ കാത്തിട്ട് അപ്പാപ്പ നേരത്തെ വന്നിരിക്കേണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ ഇപ്പം ഞങ്ങൾ മഞ്ച് തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പാപ്പൻ്റെ വക പിള്ളേഴ്സിന് 2 പേർക്കും മഞ്ച് നിർബന്ധമാണ്. അങ്ങനെ കുളിച്ച് റെഡിയായി ഫ്രഷായി കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ സാമ്രാജ്യം അടുക്കളയിലേക്ക് കയറി. അവിടെ എത്തിയപ്പോൾ പപ്പ അവിടെ ബീഫ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ നാളത്തെ ചിക്കനിൽ നിന്നൊരു മോചനമാണ് ഗൈസ് ഞങ്ങൾക്ക് ഈ ബീഫ്. ഇപ്പോൾ കുറേ നാളായിട്ട് അടുപ്പിച്ച് ചിക്കൻ തന്നെയാണ്. അപ്പോൾ ഞാൻ നിർബന്ധിച്ച് ഇപ്രാവശ്യം ബീഫ് വാങ്ങിച്ചതാണ്. പിന്നെ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ചപ്പാത്തി. പിന്നെ മാസാവസാനമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാങ്ങിച്ച സാധനങ്ങളൊക്കെ തീരും. അപ്പോൾ പിന്നെ നമ്മുടെ അടുത്തുള്ള കടയിൽ നിന്ന് ഇങ്ങനെ ലൊട്ടിലൊടുക്കായിട്ട് ചില്ലറകളൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ മേടിച്ചതാണ് ഇട്ടത്. ഇനി നമുക്ക് ബീഫിൻ്റെ പ്രിപ്പറേഷനിലേക്കുള്ള കാര്യങ്ങൾക്കുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അടുപ്പിച്ച് വെക്കണം. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുക്ക് ചെയ്യാനായിട്ട് കയറുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇതരിയണം, ഇത് നന്നാക്കണം, അതിൻ്റെ ഇടയിൽ വേവിക്കണം. എല്ലാം ഞാൻ തന്നെ വേണ്ടേ ചെയ്യാനായിട്ട്. അപ്പോൾ ഒന്ന് സമാധാനത്തിൽ ഇരുന്ന് ഞാനതൊക്കെ ചെയ്യാൻ കേട്ടോ. ഇരുന്ന് ചെയ്യുമ്പോൾ 2 ഗുണം. അവിടെയുള്ള ടി വിയും കാണാം, നമ്മുടെ നടുവിനൊരു ആശ്വാസം ഉണ്ടാവും. കുട്ടാപ്പൊരു കരച്ചിലും വായിച്ചു കഴിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനത്തെ അടുക്കളയിലത്തെ പണികളൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു വിധത്തിലെല്ലാം കഴിഞ്ഞ സമയത്താണ് സാവി ചേട്ടൻ വന്നപ്പോൾ നല്ല ഉണ്ണിയപ്പം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. കുറേ നാളായി ഇപ്പോൾ ഉണ്ണിയപ്പം നിന്നിട്ട്. ഫെബ്രുവരിയിലെ പള്ളിപ്പെരുന്നാളിന് ശേഷം ഇപ്പോഴാണ് കേട്ടോ ഉണ്ണിയപ്പം കഴിക്കുന്നത്. അങ്ങനെ കുട്ടാപ്പനെ ഭക്ഷണമൊക്കെ കൊടുത്ത് കുറച്ച് നേരം അവൻ്റെ കൂടെ കളിച്ചതിന് ശേഷം നാളെ സൺഡേ കിഡ്സിനുള്ളത് പഠിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.